ഹേ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് പോകുന്നത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലോട്ടാണ് കേട്ടോ. 1 മുതൽ 4 വരെ, 1 മുതലല്ല, നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്കൂളാണ് കേട്ടോ. ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർ ഇപ്പോൾ അവിടുത്തെ HM ആയിരുന്നു. അപ്പോൾ ടീച്ചർ ഇന്ന് റിട്ടയർഡ് ആവാണ് കേട്ടോ. അപ്പോൾ ടീച്ചറിനെ കാണാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോകാം. അപ്പോൾ ഞാനും മോനും കൂടെ ബസ് കയറി നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ 3 പേരായിട്ട് നമ്മൾ നേരെ സ്കൂളിലെത്തി. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ. സ്കൂൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ കാണുന്ന ബിൽഡിംഗ് പഴയതാണ് കേട്ടോ. പിന്നെ അപ്പത്തോട്ടുള്ളതൊക്കെ മാറി നമ്മൾ പഠിച്ചിരുന്നപ്പോൾ ഒരു ഓടിട്ട കെട്ടിടമായിരുന്നു. ഈ കാണുന്നതാണ് എൻ്റെ നഴ്സറി ക്ലാസ് ആയിട്ട്. പിന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ മാറ്റമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ടീച്ചർ ഷൈജ ടീച്ചറായിട്ട്. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി ഒരു ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ കണ്ടപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ടീച്ചർ ഭയങ്കരമായിട്ട് കരഞ്ഞേട്ടാ. എൻ്റെ മോൻ ഈ നടന്നു പോകുന്നത് മുമ്പ് ഒരു ഓടിട്ട കെട്ടിടമായിരുന്നു. ഇവിടെ ആയിരുന്നു എൻ്റെ 4ാം ക്ലാസ്സൊക്കെ. ഇപ്പോൾ അത് സെറ്റായി 3 നില ബിൽഡിംഗ് ആയിട്ടാ. അപ്പോൾ സ്കൂൾ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടാ. പക്ഷേ ഒരുപാട് ഓർമ്മകളും നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. അവിടെ നമ്മൾ നേരെ പോയത് ഞാൻ പഠിച്ച എൻ്റെ 5 മുതൽ 10 വരെയുള്ള സ്കൂളിലായിരുന്നു. അവിടുത്തെ ഒരു അനുഭവം, ഒരു ഒന്നൊന്നര അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ കിട്ടിയത്. അപ്പോൾ വേറെ ഒന്നുമില്ല, അവിടുത്തെ പ്രിൻസിപ്പളിനെ നമ്മൾ ചോദിക്കാതെ തുറന്നു കിടന്ന ഒരു ക്ലാസ്സിൽ ഞങ്ങൾ കയറിയിരുന്നു. പ്രിൻസിപ്പലിനില്ലാത്ത വിഷമമായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന പ്യൂൺ ഒരു ഒന്നൊന്നര മുടയായിരുന്നു ഉള്ളത് പറയാലോ. ഞങ്ങൾ എന്തോ അവിടെ കക്കാൻ കയറിയത് പോലെയായിരുന്നു അങ്ങേരുടെ സംസാരവും രീതിയും ഒക്കെ. ഈ ഒരു ക്ലിപ്പിൽ ഞങ്ങൾ പ്രിൻസിപ്പലിനോട് സാറിനോട് മാപ്പ് ചോദിക്കുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ. അതെൻ്റെ മിസ്സായി പോയി ആ ഒരു ഓഡിയോ. അപ്പോൾ ഞങ്ങൾ അവരോട് മാപ്പ് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം അങ്ങേർക്ക് ഭയങ്കര മുടയായിരുന്നു. കാരണം അങ്ങേരുടെ കുടുംബ സ്വത്തിൽ ഞങ്ങൾ കയറി ഇരുന്നത് പോലെയായിരുന്നു അങ്ങേരുടെ നോട്ടവും പെരുമാറ്റവും ഒക്കെ. ഞങ്ങൾ സ്കൂൾ കണ്ടപ്പോഴത്തേക്ക് ഒരു നൊസ്റ്റാൾജി അടിച്ച് ഞങ്ങൾ ക്ലാസ്സിൽ ചുമ്മാ കയറിയൊന്നും ഇരുന്നു ഒരു 10-15 മിനിറ്റ്. ഞങ്ങൾ ഒരു തീവ്രവാദിയെ പോലെയായിരുന്നു അങ്ങേര് കണ്ടിരുന്നേട്ടെ. പക്ഷേ പ്രിൻസിപ്പലിന് സാറിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അവർ പറഞ്ഞു ഒന്ന് ചോദിച്ചിട്ട് കയറി ഇരിക്കാം ആയിരുന്നല്ലോ എന്ന്. എന്തായാലും ഞാൻ സ്കൂളിന്റെ പേരൊന്നും പറയുന്നില്ല, അറിയാവുന്നവർ കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.